ഒരു യാത്രയപ്പിന്റെ വിശേഷം പറഞ്ഞുകൊണ്ടാണ് ആദ്യം തത്സമയം റിപ്പോർട്ടർ തുടങ്ങുന്നത്. ആരെയാണ് യാത്ര അയക്കുന്നത്, എവിടെയാണെന്നൊക്കെ അറിയാം. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഈ മൃഗങ്ങളുടെ കൈമാറ്റം അല്ലേ. മുൻപും നമ്മൾ ഇതുപോലെയുള്ള വാർത്തകൾ തത്സമയം റിപ്പോർട്ടറിൽ പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ടുമുണ്ട്. ഇന്ത്യയിലേക്ക് ചീറ്റകളെ കൊണ്ടുവന്നപ്പോഴൊക്കെ നമ്മൾ ഒരുപാട് സന്തോഷിച്ചിട്ടുമുണ്ട്. ബന്നാർഘട്ടിൽ നിന്ന് അതുപോലെ 4 ആനകളെ നമ്മൾ ജപ്പാനിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അവരവിടെ പോയി സുഖമായി അവിടെ എത്തി. പക്ഷേ ഈ പറഞ്ഞ പോലെ ആനകളെ വളർത്തിയവർക്കും അത്രയും നാൾ നോക്കിയവർക്കും ഒക്കെ എത്രയൊക്കെ പറഞ്ഞാലും വൈകാരികമായ ഒരു നിമിഷമായിരിക്കും അല്ലേ അത്. അങ്ങനെ വൈകാരികമായ യാത്രയപ്പാണ് ഈ 4 പേർക്കും ജീവനക്കാരും കൂടെയുള്ള ആനകളും നൽകിയത്. ആ കാഴ്ചയിലേക്ക്. വിശേഷം പറയാൻ കെ ബി ശ്രീധരൻ നമുക്കൊപ്പം ചേർന്നുണ്ട്. ശ്രീധരൻ, ആദ്യം പറഞ്ഞതുപോലെ തന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം അത് ഊട്ടിയുറപ്പിക്കാൻ ഇതുപോലുള്ള കൈമാറ്റങ്ങൾ പലപ്പോഴും സഹായിക്കാറുണ്ട്. അതിലുപരി നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഈ മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ നോക്കി വളർത്തുന്നവർക്ക് അറിയാമല്ലേ അതിനെ പിരിയുമ്പോഴുണ്ടാവുന്ന ഒരു വിഷമം, ആ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇവരെന്തായാലും ജപ്പാനിൽ എത്തിയിട്ടുണ്ട്, സുഖമായിട്ടിരിക്കുന്നു. കൂടുതൽ വിശേഷങ്ങൾ പറയൂ. സന്ധ്യ, എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് പണ്ട് ഏഷ്യാഡിന് കേരളത്തിൽ നിന്ന് ആനകൾ ഡൽഹിയിലേക്ക് പോയ കഥയൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് കേൾക്കാറുണ്ട്. ഏഷ്യാഡ് അപ്പു എന്നൊക്കെ പറഞ്ഞ ആനയെ കുറിച്ചൊക്കെ കഥകൾ നമ്മൾ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട്. ഏതായാലും അതിന് സമാനമായി തന്നെ ഇത് കടൽ കടന്നാണ് ആനകൾ പോയിരിക്കുന്നത്. 4 ആനകൾ, അതിൽ 3 പിടിയാനകളും 1 കൊമ്പനാനയും, ഈ 4 ആനകളെയാണ് ഇപ്പോൾ ജപ്പാനിലുള്ള ഒരു ദേശീയോദ്യാനത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള കരാറിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ആനകളെയൊക്കെ കൈമാറ്റം ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇവയെ അവിടെയുള്ള ഒരു ദേശീയോദ്യാനത്തിൽ വളർത്തി ഹിമൻജി സെൻട്രൽ പാർക്ക് എന്നുള്ള ദേശീയോദ്യാനത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിമാനത്തിൽ കയറ്റി ഖത്തർ എയർവേസിൻ്റെ കാർഗോ യൂണിറ്റ് വഴിയാണ് ഇവയെ ഈ ഹിമൻജി ദേശീയോദ്യാനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇതിന് പകരമായി നമുക്ക് ചീറ്റകളെയും ജാഗ്വാറുകളെയും ഒക്കെ പകരമായിട്ട് നൽകുന്നു. നമ്മൾ ഈ നമീബിയ എന്നൊക്കെ ചീറ്റകളെ ഇവിടെ കൊണ്ടുവന്നെത്തിക്കുകയും കുനോ ദേശീയോദ്യാനത്തിൽ അവയെ വളർത്താനുള്ള നടപടികളൊക്കെ എടുത്തിരുന്നു. അതിൽ ചിലത് ചത്തുപോയിരുന്നു, പക്ഷെ ചിലത് ഇവിടുത്തെ അന്തരീക്ഷത്തിൽ സർവൈവ് ചെയ്തിരുന്നു. ഏതായാലും ഇങ്ങനെ നമ്മുടെ ആനകളും, ബന്നാർഘട്ടയിലെ ആനകളും അവിടെ എത്തി സർവൈവ് ചെയ്യും. അവിടെ പ്രജനനമൊക്കെ ഉണ്ടായി കൂടുതൽ ആനകൾ ജപ്പാനിൽ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു നീക്കം. ഗൗരിയും സുരേഷും ഒക്കെ ഇവിടെ സന്തോഷത്തോടെ ജീവിച്ചതുപോലെ ജപ്പാനിലും പോയി സന്തോഷത്തോടെ തന്നെ ജീവിക്കട്ടെ അല്ലേ. ഇവിടെ അവർക്ക് നൽകിയ എല്ലാ സ്നേഹവും അവിടെ ജപ്പാനിലും അവർക്ക് ലഭിക്കട്ടെ. ശരി ശ്രീധരൻ.